നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയാണ് ഇന്നെടുക്കുന്നത്. സുഗതകുമാരി ടീച്ചറുടെ കൊല്ലേണ്ടത് എങ്ങനെയെന്നുള്ള കവിതയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ നൽകിയിരുന്നത് അല്ലേ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വളരെയധികം നിസ്സഹായയായ ഒരു അമ്മയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ചിരിച്ചിരിക്കുന്ന അവളുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഞാൻ ഇവളെ കൊല്ലും എന്ന് വിഷാദിച്ചിരിക്കുന്ന ഒരമ്മ. ആ കുഞ്ഞിനാണെങ്കിലോ ഭയം, അത്തരത്തിലുള്ള യാതൊരുവിധ വികാരങ്ങളില്ലാത്ത, ഏത് നേരത്തും ഒരു ചിരി മാത്രം ചുണ്ടിൽ കാണാൻ കഴിയുന്ന ഓമനത്വമുള്ള ഒരു കുഞ്ഞ്. പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞ് വളരെ ചെറിയൊരു കുട്ടിയാണ്, ഒരു ഓമനയായ പിഞ്ചു കുഞ്ഞിനെ കുറിച്ചാണ് അമ്മ പറയുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കണം. മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ കഷ്ടം എന്നും പറഞ്ഞ് മുഖം തിരിച്ചു പോകുന്ന ആ കുഞ്ഞിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു. പക്ഷേ 1-1.5 വയസ്സുള്ളൊരു കുഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് കുഞ്ഞിന് 37 വയസ്സായ ഒരു യുവതിയെക്കുറിച്ചാണ് ഈ അമ്മ പരിതപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തൻ്റെ വളർച്ചയെക്കുറിച്ചോ ശാരീരിക വളർച്ചയെക്കുറിച്ചോ ഒന്നും ബോധമില്ലാതെ ഉടുക്കണമെന്നോ ഉടുക്കരുതെന്നോ അത്തരത്തിലുള്ള യാതൊരു ചിന്തകളും ഇല്ലാതെ നടക്കുന്ന ഒരു സ്ത്രീ. അവളെയാണ് ആ അമ്മ എങ്ങനെ, തനിക്ക് ശേഷം ആരുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലാണ് അമ്മ പകച്ചു പോകുന്നത്. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നറിയാതെ വേവലാതിപ്പെടുന്നത്. കാരണം താൻ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ കുഞ്ഞിൻ്റെ അവസ്ഥ അറിയുമ്പോൾ തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്നു. മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായാണോ അല്ലയോ ജീവിക്കുന്നതിനെ കുറിച്ച് ഇനി അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ജീവിതത്തിൽ തനിച്ചായിപ്പോയ അമ്മ ഇതുവരെയും തൻ്റെ ആ മകളെ കൈവിടാതെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതുവരെ അമ്മേ എന്നുള്ളൊരു വിളി ആ അമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഏത് ആൾക്കൂട്ടത്തിനിടയിലും അവളുടെ അമ്മയെ തിരിച്ചറിയുന്നു എന്നുള്ള ആ ഒരു സന്തോഷം, അത് ആ അമ്മയ്ക്ക് ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. മറ്റാരേക്കാളും അമ്മയെ അവൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നന്നായി ഭംഗിയോടെ അമ്മ ഇപ്പോഴും ചമയിച്ചിരുത്തുന്നുണ്ട്. അതിനൊക്കെ ഒരു പാവയെ പോലെ അവൾ നിന്നു കൊടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ചിരിക്കുന്ന അതേ വേഗതയിൽ തന്നെ കരയുകയും ചെയ്യുന്ന അവൾ, അതുപോലെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റേതുപോലെ വികൃതമായ ഒരു ഒച്ചയിൽ നിലവിളിക്കുന്ന അവൾ. പക്ഷെ അവളുടെ ആ ശബ്ദത്തിൻ്റെ അർത്ഥം പോലും ആ അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റൊരാൾക്കും അത് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ഓരോരോ ശബ്ദ വ്യത്യാസങ്ങളും ഇന്നതിനാണെന്ന് മനസ്സിലാക്കി അവളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. ചില സമയത്ത് ഉറക്കെ കരയുന്ന ആ കുഞ്ഞിനെ അമ്മ ഓടിച്ചെന്ന് ഇറുക്കെ മുറുക്കി അണയ്ക്കും. അതുപോലെ ഒന്നും ചെയ്യാൻ മറ്റാരും തന്നെ ശ്രമിക്കാറില്ല. അവളുടെ അവസ്ഥകളൊന്നും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയുന്ന മറ്റാരും തന്നെയില്ല. ഇപ്പോൾ അമ്മയ്ക്കുള്ള ആദ്യം എന്താണ്? തനിക്കേറെ പ്രായമായി, രോഗപീഠകളെ കൊണ്ട് പിരിയാത്ത സഖികളെ പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾ തന്നെ അലട്ടുന്നുണ്ട്. ഉറ്റ ചങ്ങാതിമാരെ പോലെ പല രോഗങ്ങളും തന്നെ അലട്ടുന്നുണ്ട്. മുന്നത്തെ പോലെ പണിയെടുത്ത് ജീവിക്കാനും വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. തൻ്റെ മകളെയാണെങ്കിൽ തനിച്ചിവിടെ ആരെങ്കിലും ഏൽപ്പിച്ച് പോകാൻ പറ്റിയ ഒരു അത്താണി അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതൊക്കെയാണ് അമ്മയുടെ ഒരു സങ്കടം എന്ന് പറയുന്നത്. മറ്റൊരു വിഷമം, ഇതുവരെയും തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ മറ്റോ ആരും ഇല്ല എന്നുള്ളതൊരു സങ്കടം. അതിലുപരി ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തിരിക്കാൻ സന്തോഷകരമായിട്ടുള്ള യാതൊന്നും തന്നെയില്ല എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ആ കുഞ്ഞ് സാധാരണ കുട്ടികളെ പോലെ ഒരമ്മയ്ക്ക് ലഭിക്കുന്ന ആ ഒരു ഇഷ്ടമോ ഒരു വാത്സല്യമോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമോ ഒന്നും ആ കുഞ്ഞിനോട് പ്രകടിപ്പിക്കാനോ ആ കുഞ്ഞിൽ നിന്ന് കിട്ടാനോ ലഭിച്ചിട്ടില്ല. കാരണം എന്താണ്? മറ്റുള്ള കുട്ടികളെ പോലെയൊന്നും ആയിരുന്നില്ല അവൾ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ സന്തോഷകരമായ ഒരു അമ്മയെ ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും ഉതിർത്തിട്ടില്ല. മുട്ടിൽ നടക്കുന്നതോ നീന്തുന്നതോ ഒന്നും കണ്ടിട്ടില്ല. കൊഞ്ചിലുതിർത്തൊരു പുഞ്ചിരി പോലും അവൾ പൊഴിച്ചിട്ടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ഓടിക്കളിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ല. പാഞ്ഞു വന്നിൻ കണ്ടത്തിൽ ആഞ്ഞു പുണർന്നതും അറിഞ്ഞതില്ല. ഇതൊന്നും ആ അമ്മ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന യാതൊരുവിധ സന്തോഷങ്ങളും ആ സ്ത്രീക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെയോ ആകെയുള്ള ആശ്വാസം എന്താണ്? ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ആ മകള് ജീവൻ്റെ ജീവനാണ്. ആകെയുള്ളൊരു ആശ്വാസം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരാൾക്കൂട്ടത്തിലും അമ്മയ്ക്ക് ആ അമ്മയെ അവൾ തിരിച്ചറിയും.
ഇപ്പോൾ അമ്മയെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് അതാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാംസ്കാരികമായും സാക്ഷരതയിലും ഒക്കെ വലിയ പുരോഗതിയിലാണ് കേരളം എന്ന് അഭിമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനോവൈകൃതമുള്ള ഒരു സ്ത്രീയെ പോലും, അല്ലെങ്കിൽ 90-95 കഴിഞ്ഞ മുത്തശ്ശിമാരെ പോലും വെറുതെ വിടാത്ത ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ തന്നെയും. അപ്പോൾ അതുപോലെ അവരുടെ ഇടയിലേക്കാണ് യാതൊന്നിനും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു സ്ത്രീയെ തനിച്ചാക്കി ആ അമ്മ മരണത്തെ ആശ്ലേഷിക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവലാതി അതൊക്കെയാണ്. എങ്ങനെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ അതിനെ തടയാനുള്ള ശേഷിയോ ഒന്ന് ഓടിപ്പോവാനുള്ള ശേഷിയോ തൻ്റെ മകൾക്ക് ഇല്ല. പിന്നെ അവരെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? മുക്കൂട്ടുപാതയിലെ മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ, വെറുതെ ഇരുന്നിരുന്ന ആ സ്ത്രീ ഇപ്പോൾ ഈയിടെ കാണുമ്പോൾ നിറവയറോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെ പോലും ഒഴിവാക്കാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഇവിടെ ആക്കി പോകും എന്നതാണ് ആ അമ്മയുടെ സങ്കടം. ബാക്കി ഭാഗം നോക്കാം. ആ ഭാഗം തന്നെ തുടങ്ങാം. എന്തായിരുന്നു? മുക്കൂട്ടുപാതയിൽ അലഞ്ഞു നടന്നിടുന്നോൾ പിച്ചയ്ക്കിരപ്പവൾ കിറുക്കിയൊരുത്തി കണ്ടേൻ, ഇപ്പോൾ നിറഞ്ഞ വയറോടെ ഇരിപ്പു കണ്ടേൻ, ചിത്തം ഭയാകുലമുറക്കെ വിളിച്ചുപോയി. ആ ഒരു അവസ്ഥ അവർ പറയാണ്. പൊന്നോമനെ വെടികയില്ല തനിച്ചു നിന്നെ, ഇന്നോളം എൻ്റെ എരിനെഞ്ഞിൽ അണച്ചു പോറ്റി, എൻ്റെ കുഞ്ഞെ ഒരിക്കലും നിന്നെ. അതൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സിൽ ഏറെ ആദി ഉണ്ടാവുകയാണ്. അമ്മ പറയാണ്, എൻ്റെ മോളെ, പൊന്നു മോളെ, നിന്നെ ഞാൻ ഒരിക്കലും വിട്ട് പോവുകയില്ല. ഒന്നായി നമുക്കും ഇവിടം വിടിയണമെന്നേ അമ്മയ്ക്ക് തോന്നി, വഴിയില്ല പൊറുക്കു തങ്കം. ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായും എൻ്റെ മരണത്തോടൊപ്പം നിന്നെയും കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഈ അമ്മയ്ക്ക് തോന്നാണ്. എൻ്റെ കുഞ്ഞ് പൊറുക്ക്, പേടിക്ക വേണ്ട, തനിയെ വിടുകയില്ലയമ്മ. നീ ഒട്ടും തന്നെ പേടിക്കണ്ട. നിന്നെ എങ്ങനെയൊക്കെയാണോ അമ്മ ഇതുവരെയും പോറ്റി വളർത്തിയത് അതുപോലെ തന്നെ ഒട്ടും പേടിക്കേണ്ട. നിന്റെ തുണയ്ക്ക് എപ്പോഴും നിന്റെ അമ്മ കൂടെയുണ്ട്. കൂടെ തുണയ്ക്ക് വരും എൻ മകൾ കേണിടല്ല. നീ കരയണ്ട, നിന്റെ കൂടെ തന്നെ, കരയാതിരിക്കുക, നിന്റെ ഒപ്പം തന്നെ ഈ അമ്മയും കൂടെ വരും. പാടില്ല എന്നു പറയല്ല, പറക്കയില്ല കൂടില്ല, തള്ളയും എഴാക്കിളി വാണിടല്ല. തള്ളയില്ലാതെ ഒരു കൊച്ചു കുഞ്ഞിന്, കിളിക്കുഞ്ഞിന് വാഴാൻ പറ്റില്ല എന്നതുപോലെ നീ പാടില്ല എന്ന് പറയില്ലേ. എൻ്റെ കൂടെ ഞാൻ എന്താണോ ചെയ്യുന്നത് എൻ്റെ കൂടെ തന്നെ, അതൊരു സങ്കടവും കൂടാതെ വിഷമവും കൂടാതെ എന്നോടൊപ്പം തന്നെ വരണം എന്ന് പറയണം. നിൻ കൈവിടാതെ വരും അമ്മയും ഒപ്പം എന്നാൽ, ശങ്കിപ്പു നാം ഇരുളിൽ മുങ്ങി നിവർന്നിടുമ്പോൾ, കണ്ടിടുമോ പിരിയുമോ ചിരബന്ധം. അതാണ് അമ്മയുടെ സങ്കടം. എന്താണ്? നിൻ കൈവിടാതെ വരും അമ്മയും ഒപ്പം എന്നാൽ, നിന്നെയും കൊണ്ട് തന്നെ അമ്മ മരണത്തിലേക്കും പോവുള്ളൂ. നിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മരണത്തെയും അമ്മ ആശ്ലേഷിക്കുകയുള്ളൂ. പക്ഷേ എനിക്കൊരു ശങ്കയുണ്ട്. എന്താണ്? നാം ഇരുളിൽ മുങ്ങി നിവർന്നിടുമ്പോൾ, മരണമാകുന്ന ആ മഹാന്ധകാരത്തിൽ നമ്മൾ മുങ്ങി നിവർന്നിടുമ്പോൾ കണ്ടിടുമോ, പിന്നെ നമുക്ക് കാണാനായേക്കുമോ, പിരിയുമോ ചിരബന്ധം, അമ്മ മകൾ എന്ന ഈ ബന്ധത്തിന് അറുതി സംഭവിക്കുമോ, അമ്മ കണ്ടാൽ തിരിച്ചറിയുമോ, പിടിവിട്ടുപോകുമോ. അപ്പോഴും അമ്മയുടെ ഉള്ളിൽ അതൊക്കെയാണ് സങ്കടം. ഈ മരണത്തിനപ്പുറം എന്താണെന്ന് നമുക്കൊന്നും തന്നെ അറിയില്ല. മരിച്ചു പോയവരാരും അത് ദൃക്സാക്ഷിപ്പെടുത്തിയിട്ടുമില്ല ഇങ്ങനെയൊക്കെയാണ് അവിടെ എന്നുള്ളത്. നമ്മൾ ഏകദേശമൊക്കെ പറയുകയാണ് അല്ലേ, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നരകം കിട്ടും, സ്വർഗം കിട്ടുമെന്നൊക്കെ പറയുമെങ്കിലും മരണത്തിനപ്പുറം എന്താണ് എന്നുള്ളതൊരു മഹാപ്രഹേളികയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ മരണത്തെ പുൽകും എന്ന അമ്മ പറയുമ്പോഴും അമ്മയ്ക്കുള്ള പേടി മരണത്തിനപ്പുറം എന്താണ്, ആ മഹാന്ധകാരത്തിൽ, അവിടെ ഒരു അന്ധകാരമാണെന്ന് പോലും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ അന്ധകാരത്തിൽ മുങ്ങി നിവരുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പിന്നീട് കാണാൻ സാധിച്ചേക്കുമോ. നമ്മുടെ ഈ സ്നേഹബന്ധം, അല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള, അതാണ് ചിരബന്ധം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിരിയേണ്ടി വരുമോ, അമ്മ കണ്ടാൽ തിരിച്ചറിയുമോ, ഈ അമ്മ അവിടെ വെച്ച് ഇനി എൻ്റെ മോളെ കണ്ടാൽ തിരിച്ചറിഞ്ഞേക്കുമോ, പിടിവിട്ടുപോകുമോ. ഈ വേദനക്കടലിനപ്പുറമുള്ളതെന്തെന്നറിഞ്ഞിടുവതിന്
എന്താണ് അവിടെ ഉള്ളതെന്നതിനെ കുറിച്ചിട്ട് യാതൊരു അറിവുമില്ല. കുഴങ്ങിടുന്നീൻ രാവും നിലാവും അഴകും പുലരിത്തൊടുപ്പും പൂവും ചമച്ച കരമെന്തിനു തീർത്തു നമ്മെ. അതാണ് ചോദ്യം. ഇത്രയധികം മനോഹരമായി ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ആ ഈശ്വരൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയിലെ ആ ഒരു അഭൗമ ശക്തി, ഈശ്വരൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന, ദൈവം എന്ന് നമ്മൾ വിളിക്കുന്ന, ആരാധിക്കുന്ന അഭൗമ ശക്തി എന്തിനാണ് ഇത്രയും മനോഹരമായി ഈ ഉലകിനെ സൃഷ്ടിച്ച? പൂവും നിലാവും അഴകും, രാവും നിലാവും അഴകും പുലരിത്തൊടുപ്പും പൂവും ചമച്ച കരം, ആ കൈകൾ എന്തിനാണ് നമ്മളെ ഇങ്ങനെ വികൃതമായിട്ട് അണിയിച്ചൊരുക്കിയത്? കുന്നോളവും വ്യഥ പൊറുത്തിതു സൗഖ്യമെന്തെന്നിന്നോളം അമ്മയറിയില്ല തളർന്ന ജന്മം. ഒരു കുന്നോളം വ്യഥ, ദുഃഖം പൊറുത്ത് കഴിഞ്ഞ ഈ അമ്മ ഇതുവരെ എന്താണ് സുഖമെന്ന് അറിഞ്ഞിട്ടില്ല. ആ മനസ്സിലൊരിക്കലും സന്തോഷമോ സൗഖ്യമോ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. തളർന്ന ജന്മം നിന്നോടുകൂടെ മതിയാക്കും, നിന്റെ ഒപ്പം തന്നെ, നിന്നോടൊപ്പം തന്നെ ഈ ജന്മം അമ്മ മതിയാക്കും. എനിക്കു മാപ്പു തന്നിടുമേ കൃപ മറന്നവർ ഈശ്വരന്മാർ. എനിക്കായിട്ട് ദൈവങ്ങളാരും തന്നെ എന്നോട് കോപിക്കില്ല, അല്ലെങ്കിൽ എന്നെ ശപിക്കില്ല. എനിക്ക് മാപ്പ് തന്നേക്കും. കാരണം ഞാൻ അനുഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്നോട് പരിതപിക്കാൻ ആവില്ല. പൊന്നോണമാണിത് വരുന്നു തിരിച്ചു വീണ്ടും, മന്നൻ വരട്ടെ അവിടുന്നിതു കാൺക വേണ്ട. എങ്ങും വിരുന്ന് മലർതൂകൽ വിളക്ക് പോകാൻ നമ്മൾക്ക്, വായ്ക്കുരവ നീളെ മുഴങ്ങിടുമ്പോൾ. ഒരു ആഘോഷത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള, അതായത് തിരുവോണം, ഓണാഘോഷത്തിൻ്റെ അണിയിലും ഒരുങ്ങലിലുമാണ് എല്ലായിടത്തും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എങ്ങും വിരുന്നാണ്, മലർ തൂകലാണ്, പൂക്കളമിടുന്നുണ്ട് എല്ലായിടത്തും, വിളക്ക് പോകാം നമുക്ക്. അതിനൊക്കെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ആഘോഷത്തിന് മുന്നേ, മാവേലി മന്നൻ എത്തുന്നതിന് മുന്നേ നമുക്കിവിടെ നിന്ന് പോകാം. വായ്ക്കുരവ നീളെ മുഴങ്ങിടുമ്പോൾ. അതിലൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ്? പണ്ട് നമുക്കറിയാമല്ലേ, ഏറ്റവും നല്ല ഒരു കാലം, മഹാബലി വാണിടുന്ന കാലം, മാലോകരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ഒരു പ്രയോഗം. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എല്ലായിടത്തും കള്ളവും ചതിയും മറ്റുള്ളവരോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ഒരു രീതിയുമാണ് നമുക്ക് മുന്നിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ പ്രജാപതി ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം, അദ്ദേഹം ഇത് കണ്ട് വിഷമിക്കേണ്ട എന്നുകൂടി അവിടെ ഒരു പ്രയോഗമുണ്ട്. കൊല്ലേണ്ടത് എങ്ങനെ? എന്നാലും ആ അമ്മയ്ക്ക് പിന്നെയും ചോദ്യം മനസ്സിലുദിക്കുകയാണ്. എങ്ങനെ ഞാൻ എൻ്റെ മകളെ കൊല്ലും? ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപസ്സിരിപ്പു. ആദ്യത്തെ വരിയിൽ തപിച്ചിരിക്കൂ എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ തപസ്സിരിപ്പു എന്നാണ് പറയുന്നത്. ആ സങ്കടത്തേക്കാളേറെ ഇപ്പോൾ എങ്ങനെ, ഏത് മാർഗത്തിലൂടെ തൻ്റെ കുഞ്ഞിനെ താൻ ഇല്ലാതാക്കും എന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം. വല്ലാതെ നോവരുത്, തൻ്റെ കുഞ്ഞാണ്, ഒരുപാട് നോവുകൾ അനുഭവിക്കുന്നവളാണ്. എന്താണ് അവളുടെ വിഷമമെന്ന് സത്യമായിട്ടും അമ്മയ്ക്ക് അറിയില്ല. ചില നേരങ്ങളിൽ ഉറക്കെ ചീറി കരയുന്ന, താനൊന്ന് ഓടിച്ചെന്ന് മുറുക്കെ കെട്ടിപ്പുണരുമ്പോൾ ആശ്വാസം കണ്ടെത്തുന്ന ആ മകളുടെ യഥാർത്ഥ സങ്കടങ്ങൾ എന്താണെന്ന് ആ അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ വല്ലാതെ നോവരുത്, വേവരുത്, ഒന്നു മാത്രം എല്ലാം മറക്കും ഒരു ഉറക്കം പോലെ, ഉറങ്ങുന്ന പോലെ തൻ്റെ കുഞ്ഞിനെ, അവളെ ഇല്ലായ്മ ചെയ്യണം ഇവൾക്കെനിക്കും. അതാണ് ആ അമ്മയുടെ ഒരു ആഗ്രഹം. പക്ഷെ അതെങ്ങനെയെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലേനും. ഒന്നോർക്കിൽ ഭയമില്ല തീയിൽ മുഴുകി ചെല്ലുമ്പോൾ അങ്ങേപ്പുറം നിന്നിടും തെളിവാർന്ന് കണ്ണുകൾ വിടർത്തെന്നോമൽ, അന്നാദ്യമായി അമ്മേ എന്ന് വിളിക്കും. എന്താണ്? ഇങ്ങനെ ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് ശേഷം, മരണത്തിനു ശേഷം ഒന്നോർക്കിൽ ഭയമില്ല. എന്താണ് ആ അമ്മയ്ക്കുള്ള ആകെയുള്ളൊരു സന്തോഷം? തീയിൽ മുഴുകി ചെല്ലുമ്പോൾ അങ്ങേപ്പുറം നിന്നിടും. ഈ അന്ധകാരത്തിൻ്റെ, അല്ലെങ്കിൽ മരണമെന്ന അഗ്നിക്കപ്പുറം നമ്മൾ ചെന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? കണ്ണുകൾ വിടർത്തെന്നോമൽ, അന്നാദ്യം അവൾ അവിടെ ചിരി തൂകി നിൽക്കുന്നുണ്ടായിരിക്കും. കണ്ണുകൾ വിടർത്ത്, എന്നെ കണ്ട ആകാംക്ഷയോടെ, സന്തോഷത്തോടെ, വാത്സല്യത്തോടെ കണ്ണുകൾ വിടർത്തിയെന്നോമൽ അന്നാദ്യമായി അമ്മേ എന്ന് വിളിക്കും. ആ അമ്മയുടെ ഒരു തോന്നലാണ് ഈ ഒരു അവസ്ഥയ്ക്കപ്പുറം, അതായത് തൻ്റെ കുഞ്ഞിനെ
കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം അമ്മയുടെ കയ്യാൽ കൊല്ലുന്നതാണ് അവിടെ ചെയ്യുന്നത്, ഒരു കൊലപാതകം തന്നെയാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആ മരണത്തിനപ്പുറമുള്ള ആ ഒരു ലോകത്തിൽ ആ അമ്മ, ആ മകള് ആ അമ്മയെ തിരിച്ചറിയും. അമ്മേ എന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കും. ആ വിളിയിൽ ഞാൻ മുങ്ങിയിടവേ, ആ വിളി കേൾക്കുമ്പോൾ ഞാൻ അതിൽ മുങ്ങിപ്പോവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് 37 വയസ്സ് വരെയും ഈ മകളെ പോറ്റി വളർത്തി ഇതുവരെ അമ്മ എന്നൊരു വിളി ആ സ്ത്രീക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു വിളിയിൽ ഞാൻ ആകെ മതിമറന്നു പോകുമ്പോൾ കണ്ണിറഞ്ഞെന്നൊപ്പം കുളിരാർന്ന് നിന്നരുളുമേ ഹാ ലോകമാതാവുമേ. കണ്ണിറഞ്ഞ് എന്നൊപ്പം, നിർവൃതിയോടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണുനീരിനപ്പുറം എന്നെപ്പോലെ കുളിരാർന്ന ഈ ലോകമാതാവും ഈ ഭൂമിദേവിയും അല്ലെങ്കിൽ എനിക്ക് എന്നോടൊപ്പം നിർവൃതിയോടെ നിൽക്കുമായിരിക്കും. അങ്ങനെയുള്ളൊരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത്. നമുക്ക് മുന്നിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉതിർത്തുകൊണ്ടാണ് കൊല്ലേണ്ടത് എങ്ങനെയെന്നുള്ള കവിത നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളെ നമുക്ക് മുന്നിൽ കവിതയിലൂടെ കവി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കവിത നന്നായിട്ട് 1-2 ആവർത്തി വായിക്കുക. സ്വന്തമായ രീതിയിൽ ഒരു എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഞാൻ 2 ക്ലാസ്സിലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ കവിത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് ശ്രദ്ധിക്കാം. ഓക്കെ.